ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് 1 മലയാളത്തിലെ 3ാമത്തെ പാഠമായിട്ടുള്ള ആർപ്പോ ഇറോ ആണ് കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആർപ്പോ ഇറോ 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 ആർപ്പോ ഇറോ ഇറോ ഇറോ. ഓടി വരൂ, പാടി വരൂ, കൂടെ വരൂ കൂട്ടരെ. ആർപ്പോ ഇറോ ഇറോ ഇറോ. ആ ഡാഷിട്ട ഭാഗത്ത് അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തത് എന്താണ് കൊടുത്തിട്ടുള്ളത്? കളി അരങ്ങാണ്. ചിത്രത്തിൽ ഒരുപാട് കൂട്ടുകാർ കളിക്കുന്നുണ്ട് അല്ലേ. അപ്പവും ചുട്ട്, അടയും ചുട്ട്, ഇലയും വാട്ടി, പൊതിയും കെട്ടി, പടിയും കടന്ന്, അതിലേ പോയി ഇതിലേ പോയി, കിളി കിളി കിക്കിളി. വേറെ കളിപ്പാട്ടുകൾ അറിയാമോ? അപ്പം നിങ്ങൾക്ക് അറിയുന്ന വേറെ ഏതെങ്കിലും ഒരു കളിപ്പാട്ട് എഴുതി കൊടുക്കാനാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഉത്തരങ്ങളെല്ലാം ഞാൻ ഇവിടെ കൊടുക്കാം, നിങ്ങൾക്കത് നോക്കി എഴുതാട്ടോ. അടുത്തത് മാനത്തെ പട്ടം. പട്ടം, മാനത്ത് പട്ടം. വീട് കണ്ടു, കാട് കണ്ടു, വണ്ടി കണ്ടു, പട്ടം പറന്നു. ഇനി എന്താണ് അവിടെ കണ്ടു എന്ന് പറയുന്നിടത്ത്? വീട് കണ്ടു, കാട് കണ്ടു, പട്ടം പറന്നു. അപ്പം അതിലുള്ളത് അതുപോലെ തന്നെ നോക്കി എഴുതുന്നതാണ് അല്ലേ. പൂമല കണ്ടു, പൂമരം കണ്ടു, പുഴ കണ്ടു, വഴി കണ്ടു, പട്ടം പറന്നു. അറിയാമോ പറയാമോ? കളിയുടെ പേരുകൾ പറയാമോ? അറിയാമോ പറയാമോ? കളിയുടെ പേരുകൾ പറയാമോ? പാവ കളിക്കൽ, തൊട്ടു കളിക്കൽ, ഓടിക്കളിയും കളിയാണ്. അറിയാമോ പറയാമോ? അപ്പോൾ ഡാഷ് പേരുകൾ പറയാമോ? എന്താ? കളികളുടെ പേരുകൾ പറയാമോ? പാടിക്കളി, ചാടിക്കളി. പിന്നെ അപ്പോൾ ബാക്കിയുള്ള ഭാഗം നമ്മളെ രീതിക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ. അടുത്തത് കളിപ്പാട്ടങ്ങൾ വേണോ? മരമേ മരമേ പുന്നാര തരുമോ കൊച്ചു കളിപ്പാട്ടം? പന്തു വേണോ പാവ വേണോ പമ്പരം വേണോ പറഞ്ഞോളൂ. വേണം വേണം. അപ്പം മരത്തിനോട് ചോദിക്കുകയാണ്, പന്ത് വേണോ, പുന്നാരം തരുമോ, കൊച്ചു കളിപ്പാട്ടം തരുമോ എന്ന് ചോദിക്കുകയാണ്. പന്ത് വേണോ പാവ വേണോ പമ്പരം വേണോ പറഞ്ഞോളൂ. വേണം വേണം ഓല കൊണ്ടൊരു പീപ്പി, ഓലപ്പീപ്പി, ഓല കൊണ്ടൊരു പന്ത്, ഓലപ്പന്ത്. ഓക്കെ. അപ്പോൾ ആ ഒരു ഭാഗം കൂടി ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 3ാം പാഠം വരുന്നത്. അടുത്തത് നമുക്ക് 4ാം പാഠം എടുക്കാം കേട്ടോ. പിറന്നാൾ സമ്മാനം. അതാ ആ മുത്ത് എനിക്ക് വേണം. ഒരു മുത്ത് കാണിച്ചിട്ട് പറയുകയാണല്ലേ, എനിക്ക് ആ മുത്ത് വേണം. അപ്പം അവിടെയുള്ള ഭാഗം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അമ്മുക്കിടാവിന് പിറന്നാൾ സമ്മാനം നൽകാനാ. അപ്പം എന്തിനായിരിക്കും എന്നായിരിക്കും ആ ഒരു ഭാഗത്ത് ചോദിച്ചിട്ടുണ്ടായിരിക്കുക അല്ലേ. പൂച്ച നാരകത്തിൽ കയറി, നിറയെ മുള്ളുകൾ, പൂച്ച വീണു, തട്ടിമുട്ടി, തടിനോ പുടിനോ താഴെ വീണു, പൂച്ചയ്ക്ക് വിഷമമായി. അപ്പോൾ പൂച്ച നാരകത്തിൽ കയറി, അതിലാണെങ്കിൽ ആകെ മുള്ളുകളായിരുന്നു. അപ്പോൾ അത് തട്ടി പൂച്ച എന്ത് ചെയ്തു? നിലത്ത് വീണു. പൂച്ചയ്ക്ക് ആകെ വിഷമമായി. അതാ മുട്ട് പൊട്ടുന്നു. അപ്പോൾ മുട്ട് നോക്കി പറയാം, അതാ മുട്ട് പൊട്ടുന്നു. പകരം ചേർത്തു പാടാം. ചേലുള്ള പൂമ്പാറ്റ വട്ടമിട്ടു പറന്നല്ലോ, മുത്തമൊന്നു കൊടുത്തല്ലോ, അമ്മുവിനുമ്മ തേനുമ്മ. അപ്പോൾ എന്തായിരിക്കും അവിടെ? നമുക്കത് നോക്കിയിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം അല്ലേ. ചേലുള്ള പൂമ്പാറ്റ വട്ടമിട്ടു പറന്നല്ലോ. അപ്പോൾ ഡാഷ് കൊടുത്തല്ലോ എന്നുള്ളിടത്ത് എന്തായിരിക്കും? മുത്തമൊന്ന് കൊടുത്തല്ലോ. പിന്നെന്താ വരിക? അമ്മുവിനൊരു തേനുമ്മ, അമ്മുവിനുമ്മ തേനുമ്മ. ഓക്കെ. നാം വളർത്തുന്നവയെ കണ്ടെത്താമോ, പേരെഴുതാമോ? ഇതിൽ നമ്മൾ ഏതൊക്കെയാണ് നമുക്കറിയാമല്ലേ. നമ്മൾ വളർത്തുന്നത് പട്ടി, പൂച്ച ഒക്കെയാണ് നമ്മൾ വളർത്തുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പൂക്കൾ, ചെടികൾ, അപ്പോൾ ഇതിൽ നമ്മൾ വളർത്തുന്നത് എഴുതിയിട്ട് അതിൻ്റെ പേരും കൂടിയും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ വരച്ചാലോ? അപ്പോൾ നിങ്ങൾ ആ ചിത്രത്തിൽ നോക്കിയിട്ട് അതുപോലെ നിങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കുക. കിനാവ്. ഒരു കർഷകന് ഒരാടുണ്ടായിരുന്നു.
എന്നും ആ കർഷകൻ ആടിന് തീറ്റ കൊടുക്കും. അപ്പോൾ ഒരു കർഷകൻ ഒരു ആടുംകുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ കർഷകൻ എന്നും അതിന് ഭക്ഷണം കൊടുക്കും അല്ലേ. ഒരു നാൾ അയാൾ ആ ആടിനെ വിറ്റു. ഒരു നാൾ എന്താ ചെയ്തത്? അയാൾ ആ ആടിനെ വിറ്റു. അന്ന് രാവിൽ അയാൾ ഒരു കിനാവ് കണ്ടു. അന്ന് രാത്രി അയാൾ എന്താ ചെയ്തത്? ഒരു കിനാവ് കണ്ടു. ആട് തിരികെ വന്നെന്ന്. ആട് എന്ത് ചെയ്തു? തിരികെ വന്നെന്ന്. പിറ്റേന്ന് വാതിൽ തുറന്നപ്പോൾ എന്താ ഉണ്ടായത്? എന്തായിരിക്കും ഉണ്ടായിരുന്നതെന്ന് ചിത്രത്തിൽ നിന്ന് നോക്കിയിട്ട് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നിറം കൊടുത്ത് വരച്ചു ചേർക്കാമോ? നിറം കൊടുക്കാം, എന്നിട്ട് നമുക്ക് എഴുതാനുള്ള കാര്യങ്ങൾ വരച്ചു കൊടുക്കാം. ഓക്കെ. കായ് തേടി അവർ നടന്നു, കാട്ടിലൂടെ നടന്നു, ചൊക്കൻ മുന്നിൽ കാർത്തി പിന്നിൽ. അപ്പോൾ കായ് തേടിയിട്ട് അവർ കാട്ടിലൂടെ നടക്കുകയാണ്. മുന്നിൽ ആരായിരുന്നു? ചൊക്കനായിരുന്നു. പിന്നിൽ കാർത്തിയായിരുന്നു. ചൊക്കൻ നിന്നു, ചെവി കൂർപ്പിച്ചു, അതാ ഒരു കടുവ. അപ്പോൾ ചൊക്കൻ എന്താ ചെയ്തത്? നിന്നിട്ട് ചെവി കൂർപ്പിച്ചു അല്ലേ. അപ്പോൾ അവൻ പറയാണ് അതാ ഒരു കടുവാന്ന്. പിറ്റേന്ന് ചൊക്കൻ വന്നു, ചൊക്കൻ വിളിച്ചു, കാർത്തി പിന്നാലെ പോയി. ചൊക്കൻ വന്നിട്ട് കാർത്തിനെ വിളിക്കുകയാണ്. കാർത്തി പിന്നാലെ പോയി. അതാ മരച്ചുവട്ടിൽ കുട്ടുറുവൻ കിളി കാർത്തി കിളിയെ എടുത്തു, വെള്ളം കൊടുത്തു, കിളി പറന്നു പോയി. ചൊക്കൻ വാലാട്ടി. ചൊക്കൻ ആള് കൊള്ളാമല്ലോ. അപ്പോൾ ചൊക്കൻ ആള് കൊള്ളാമല്ലോ എന്നാണ് പറയുന്നത്. തലക്കെട്ട് എഴുതുക, വരിയും പൊരുത്തപ്പെടുത്താമോ? തലക്കെട്ട് എഴുതിയിട്ട് വരിയും പൊരുത്തപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത്രയാണ് കേട്ടോ. കൂട്ടുകാർ നന്നായിട്ട് വായിച്ച് പഠിക്കുക. അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് പഠിക്കുക. താങ്ക്